അന്ന് ഞാൻ ഹൈദരാബാദിൽ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ബിസിനസ് ടൂറായിട്ടാണ് വന്നത്. അപ്പോൾ തൃശ്ശൂർ ഒരു സാധനം, ഒരു സാമ്പിള് സൗരാഷ്ട്ര റോഡ്വേസിൽ ഡൽഹിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി അവിടെ ഒരു ഡീലർക്ക് എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്ത ശേഷം, അതിനെക്കുറിച്ച് സംസാരിച്ച ശേഷം എനിക്ക് അവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകണം. അങ്ങനെയാണ് ടൂർ പ്ലാനിങ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഈ സാധനം പാഴ്സൽ വന്നിട്ടുള്ള സൗരാഷ്ട്ര റോഡ്വേസിൽ പോയി. സൗരാഷ്ട്ര റോഡ്വേസിലെത്തി അവരോട് ചോദിച്ചു, സാധനം വന്നിട്ടുണ്ടോ? ഒരു സാമ്പിള് എൻ്റെ ചെറിയതായിട്ട് ഏകദേശം 1.5 കിലോ വെയിറ്റുള്ള ഒരു ബോക്സ് പാക്കിങ് അത് എത്തിയിട്ടുണ്ടോ ചോദിച്ചു. വന്നിട്ടുണ്ട് സാർ, വന്നിട്ടുണ്ട്, അവിടെയുണ്ട്, സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 30 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ തരാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ, എനിക്കിവിടെ 1 മണിക്കൂർ വർക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ പറഞ്ഞു, സാർ അത് തരാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? സാർ ഇവിടെ ട്രേഡ് യൂണിയൻകാരാണ് ഇവിടെ വരുന്ന സാധനങ്ങളെല്ലാം അവരാണ് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ നേരിട്ട് ആർക്കെങ്കിലും ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാവും. അവർ ലോഡ് ഇറക്കാൻ സമ്മതിക്കില്ല, പോവാൻ സമ്മതിക്കില്ല, ആകെ ബഹളമാണ് സാർ. അതുകൊണ്ട് അവർ വന്നിട്ട് സാധനം തരാം. അപ്പോൾ അവരെവിടെ ചോദിച്ചു. സാർ അവർ പാഴ്സലും കൊണ്ട് എവിടെ പോയിട്ടുണ്ട്, വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനു വേണ്ടി ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എവിടെ ഇരിക്കേണ്ടത്? സാർ എവിടെയെങ്കിലും ഇരിക്കും, അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിക്കാം. അപ്പോൾ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഒരു ഡീലറുടെ ഓഫീസിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഇങ്ങനെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഏകദേശം 12 മണി കഴിഞ്ഞ് ഉച്ചയ്ക്ക്, എന്നിട്ടും സാധനമൊന്നും എത്തിയില്ല. 12 മണി 1 മണിയായി. എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ വിചാരിച്ചു, ഇനി ഏതായാലും ഒരാളുടെ ഓഫീസിൽ പോയിരിക്കണ്ട, ഒരു ജോലിയും കൂലിയില്ലാതെ കൊണ്ട് ഒരാളുടെ ഓഫീസിൽ പോയിരിക്കുക അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ ആലൂക്കാസിൽ ഹോട്ടലിൽ റൂമെടുത്ത് ഭക്ഷണം എല്ലാം കഴിച്ച് കാത്തിരുന്നു. 2 മണിയായി, 3 മണിയായി, 5 മണിയായി, ഈ സാധനം വരുന്ന കാണാനില്ല. 5:30 കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ ചെയ്തു ട്രാൻസ്പോർട്ടിലേക്ക്. സാർ എന്ത് പറ്റി, സാധനം വന്നില്ലല്ലോ, 1.5 കിലോയുടെ ഉള്ളൂ, ഞാൻ വന്നാൽ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം. എനിക്ക് ആകെ 2 കിലോമീറ്ററാണ് ഈ ആലൂക്കാസ് ഹോട്ടലും ഈ ട്രാൻസ്പോർട്ടും തമ്മിൽ ദൂരമുള്ളൂ, നടന്നു കൊണ്ടുവരാനുള്ള വഴിയുള്ളൂ എനിക്ക് വാസ്തവത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു, സാർ അത് പറ്റില്ല സാർ, ഞങ്ങൾ തന്നയക്കാം തീർച്ചയായിട്ടും. 5:30 കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 6:30 ഞാൻ ഫോൺ ചെയ്തു വീണ്ടും. സാർ ഇന്ന് വരില്ല സാർ, നാളെ വരുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും ഹോട്ടലെടുത്തതും താമസിക്കുന്നതും. ഇത് വെറും സാമ്പിളാണ്, നോട്ട് ഫോർ സെയിലായിട്ടാണ്. ഇത് വെറും ചെറിയൊരു സാമ്പിളാണ്. ഇത് കിട്ടിയെങ്കിലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇത് വലിയ വാല്യൂ ഉള്ള സാധനങ്ങളൊന്നുമല്ല ഇത്രയും കാത്തിരിക്കാൻ. അപ്പോൾ ഞാൻ വരുന്നുണ്ട്, എനിക്ക് തരാൻ പറഞ്ഞു അവരോട് വീണ്ടും രാത്രിയിൽ. സാർ അത് പറ്റില്ല എന്നായി. ശരി, അപ്പോൾ എന്തായാലും അവിടെ റൂം എടുത്ത സ്ഥിതിക്ക് ഏതായാലും ഒരു ദിവസം താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ 1 മണിക്കാണ് ഞാൻ റൂം എടുത്തത്. അടുത്ത ദിവസം 12 മണി വരെ 24 hours എനിക്ക് ചാർജ് ഒന്ന് കൊടുത്താൽ മതി. 12 മണി കഴിഞ്ഞാലാണ് എനിക്ക് വീണ്ടും കൂടുതൽ അതിൻ്റെ ചാർജ് വരുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, നാളെ 12 മണിക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അവിടെ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ ഏകദേശം 9:30 ഫോൺ ചെയ്തു. അപ്പോൾ സാർ ഇന്ന് എങ്ങനെയെങ്കിലും കൊടുത്തയക്കും, അഡ്രസ്സ് എല്ലാം കൊടുത്തു. സാറിൻ്റെ റൂമിലെത്തും സാധനം എന്ന് പറഞ്ഞു. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. 12 മണിയായി, എനിക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ട സമയമായി, സാധനം എത്തിയില്ല. വീണ്ടും അവർക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ എനിക്ക് പോകേണ്ട സമയമായി, സാധനം വന്നില്ല. സാർ അത് അവർ കൊണ്ടുവരും സാർ, വൈകുന്നേരം ആകുമ്പോഴേക്കും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എൻ്റെ 2ാമത്തെ ദിവസത്തെ വാടകയും റൂം വാടകയും അവിടെ കൂടുകയാണ്. ശരി പോട്ടെ വിചാരിച്ചു. ഞാൻ വെക്കേറ്റ് ചെയ്യാനൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്നു. ഒരു ദിവസം എക്സ്ട്രാ വാടക ആയിക്കോട്ടെ, പ്രശ്നമില്ലെന്ന് വിചാരിച്ചു. അതിനുശേഷം അവിടെ ഇരുന്നു. 4:30 കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, 6 മണിയായി. 6 മണിയായിട്ടും സാധനം വന്നു കണ്ടില്ല. നേരിട്ട് ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി. അയാൾ പറഞ്ഞു, ഞാൻ 2 ദിവസം കൊണ്ട് താമസിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നുകൂടാ? സാർ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ അങ്ങനെയാണ്, ഇവർ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാക്കും, ഞങ്ങൾക്കൂടെ താമസിക്കേണ്ടേ, ഞങ്ങൾക്കൂടെ കച്ചവടം ചെയ്യേണ്ടേ, ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് ഓഫീസല്ലേ, അവരെന്തെങ്കിലും ഇൻഗ്ലാബ് കാണിക്കും. ഒരുതരം ഗുണ്ടായിസാണ് ട്രേഡ് യൂണിയൻ്റെ. അപ്പോൾ മാനേജറുടെ സംസാരം കേട്ട സമയത്ത് അയാളുടെ പ്രയാസങ്ങളും അയാളുടെ ആ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഒരു കാര്യം ചെയ്തോളൂ, ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നില്ല, ഈ സാധനം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചയച്ചോളൂ, ഞാൻ ഡൽഹിയിൽ പോയി സംസാരിച്ചോളാം ഈ കാര്യം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അന്ന് എറണാകുളത്തേക്ക് പോയി. അന്നത്തെ കാലങ്ങളിൽ കേരളത്തിൽ ട്രേഡ് യൂണിയൻ്റെ മഹാപ്രശ്നങ്ങളായിരുന്നു.
യൂണിയൻകാർ അവരുടെ ഒരു ഗുണ്ടായിസം ടൈപ്പായിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. അത് ആ 30 വർഷം മുമ്പ് മുതൽക്കേ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കാണുന്ന യുവാക്കളെല്ലാം ഇത് കാണുകയാണെങ്കിൽ അവർക്കറിയാം അവരുടെ ജനറേഷൻ മുമ്പ്. ഇന്നിപ്പോൾ യുവാക്കൾ ഇതിലും രാഷ്ട്രീയത്തിലും അതുപോലെ പൊതുപ്രവർത്തനങ്ങളും വേണ്ടുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ശരിക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണിത് വരുന്നത്. ഒരു നാടിൻ്റെ സമ്പൽ സമൃദ്ധി ബിസിനസ്സിൽ നിന്നുണ്ടാവുന്നത്. അഗ്രികൾച്ചറും ബിസിനസ്സും ഈ രണ്ടുമാണ് ഒരു നാടിനെ ഉയർത്തുന്നത്. വേറെ ഒന്നും ഒരു നാടിനെ ഉയർത്തില്ല. അപ്പോൾ കേരളത്തിൽ ബിസിനസ്സിൻ്റേതായ ആ ലെവല് ഇതിനെ തടയുന്ന ശക്തികളാണ് ഈ ട്രേഡ് യൂണിയനെല്ലാം. ഇവരെല്ലാം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കില്ല. ഇവരെല്ലാം അധികാരം പറഞ്ഞുകൊണ്ട്, തൊഴിൽ ഞങ്ങൾ അധികാരമാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനികളിലും മറ്റും കയറി സ്ട്രൈക്ക് ചെയ്യും, അവരുടെ ചോദിക്കും. പക്ഷേ ഇവരെ ആവശ്യ സമയത്ത് കിട്ടില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പോൾ ഒരു ലോഡ് വന്നു കഴിഞ്ഞു, നമുക്കത് ഇറക്കണം. ആ ട്രാൻസ്പോർട്ടുകാരനെ പെട്ടെന്ന്, ആ ലോറിക്കാരനെ പെട്ടെന്ന് അപ്പം തന്നെ അയക്കണം. അയാൾക്ക് വീണ്ടും വേറെ ഭാഗത്തേക്ക് പോകുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ കിട്ടില്ല, ഇവരെ കിട്ടില്ല. അവരുടെ സമയവും കാലവും നോക്കി ആടിപ്പാടിയിട്ടേ എത്തുള്ളൂ. അന്നത്തെ കാലമൊക്കെ അങ്ങനെയായിരുന്നു, മെല്ലെ എത്തുള്ളൂ. ഇവർക്ക് മറ്റുള്ളവരെ പറ്റി ഒരു ചിന്തയില്ല. അവർക്ക് അവരുടെ കാര്യം, അവരുടെ കൂലി, അവരുടെ പൈസ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ട്രേഡ് യൂണിയൻ്റെ. ഏത് രാഷ്ട്രീയക്കാർ കൂട്ടിയിട്ട് എന്ത് കാട്ടിയിട്ട് ഇതൊന്നും നിർത്താൻ കഴിഞ്ഞില്ല. കാരണം അവിടെയെല്ലാം വോട്ട് ബാങ്കുകളാണ് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭരിക്കുന്നവരായിക്കോട്ടെ, അവർക്കൊന്നും അറിയില്ല. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ കുറേ ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് വരിക? കാരണം കേരളമായിട്ടൊരു ടച്ചും വേണ്ട. കേരളമായിട്ട് ഇങ്ങനൊരു ബിസിനസ് നടത്തേണ്ട ആവശ്യമില്ല. ഈ സിസ്റ്റം, ഇങ്ങനെയുള്ള സിസ്റ്റം കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. ഒരു സംസ്ഥാനങ്ങളിലും ഇങ്ങനൊരു അക്രമം, ട്രേഡ് യൂണിയൻ്റെ അക്രമം വേറെ ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല. ഡൽഹിയിൽ ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ വേണ്ടോളം ആൾക്കാർ സാർ എന്ന് പറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അവിടെ ട്രേഡ് യൂണിയനും ഇല്ല. അവർ അന്തസ്സായി സമ്പാദിക്കുന്നവരുടെ കണ്ടമാനം പൈസ ഉണ്ടാക്കി പോകുന്നുണ്ട്. ഇവരെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ്റെ ഇത്തരം പ്രവൃത്തികൾ, ഇപ്പോൾ എനിക്ക് പറ്റിയ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം പ്രവൃത്തികളാണ് കേരളത്തിൻ്റെ വ്യവസായത്തെ തകർത്തത്. ഇതുപോലെ ഒരുപാട് പ്രവൃത്തികളുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊരു മാനേജർ തിരുവനന്തപുരത്തേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി വന്ന അയാളുടെ വീട്ടു സാധനങ്ങളെല്ലാം ഇറക്കാൻ നോക്കിയ സമയത്ത് ഇവന്മാർ പറഞ്ഞ ചാർജ് അതിഭയങ്കരമായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് ഈ ബ്രാഞ്ചിൽ ജോലിയും വേണ്ട, ഒന്നും വേണ്ട പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസ് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ അയച്ചു. അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ അന്നുണ്ടായിട്ടുണ്ട്. മഹാക്രമമായിരുന്നു. കാരണം ഇവർ കയറി കഴിഞ്ഞാൽ ഇവരുടെ ചാർജാണ്, ഇവർ പറയുന്നത് കിട്ടണം, ഇവർക്ക് ചെയ്യാനും പാടുള്ളൂ. അതിലും കുറഞ്ഞ ചാർജിൽ ആരെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അത് ഇവർ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം കേരളത്തിലുണ്ടായത് ഏറ്റവും അപകടകരമാണ്. ഈ അപകടകരാവസ്ഥയാണ് കേരളത്തിലെ യുവാക്കളെ മുഴുവൻ സൗദി അറേബ്യയിലേക്കും ദുബായിലേക്കും ഇംഗ്ലണ്ടിലേക്കും US-ലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം ജോലി അന്വേഷിച്ച് പോകുന്നവരേക്ക് മാറ്റിയതും മാത്രമല്ല, ഭാരതത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, മൈസൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മാത്രമല്ല ഡൽഹി മുതൽക്ക്, നയോഡ മുതൽക്ക് കേരളക്കാരൻ അവരുടെ കമ്പനി കേരളത്തിൽ ഇടാത്തേക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവരെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തും കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തും ഇത്തരം ട്രേഡ് യൂണിയനുകളുടെ പ്രശ്നങ്ങളെ കൊണ്ടാണ്. അതുപോലെ ഓഫീസർമാരിലും കണ്ടമാനം പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവരുടെ എല്ലാം വിചാരം എന്താണെന്ന് പറയുമോ? ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരാണെന്നാണ്. അപ്പോൾ ഇവരിൽ നിന്ന് എങ്ങനെയായാലും പൈസ വാങ്ങിക്കാം, ഇവരിൽ നിന്ന് ചൂഷണം ചെയ്ത് പൈസ വാങ്ങിക്കാം. ഇവർക്ക് കണ്ടമാനം പൈസ ഉണ്ട്, ഞങ്ങളെല്ലാം പാവങ്ങളാണ്, ഇവരെല്ലാം ഭയങ്കര പൈസക്കാരാണെന്നാണ് പൊതുവെ ഒരു ധാരണ ഇവർക്ക് മനസ്സിലുള്ളത്. സത്യം പറഞ്ഞാൽ ബിസിനസ്സുകാർ വലിയ പൈസക്കാരല്ല. ഈ ബിസിനസ്സുകാർ മുഴുവൻ അവർക്ക് എന്തതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നു അവർ അടുത്ത ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ പൈസ ചിലവാക്കുകയും ചെയ്യുന്നത്. ഇവരൊന്നും കൂടുതൽ അവരുടെ വീട്ടിലെടുത്ത് വയ്ക്കുന്നില്ല. സ്വർണ്ണക്കട്ടികൾ ഉണ്ടാക്കിയൊന്നും ഇവരെടുത്ത് വയ്ക്കുന്നില്ല. ഒരു ബിസിനസ്സുകാരനും സ്വർണ്ണക്കട്ടി ഉണ്ടാക്കി അവൻ്റെ വീട്ടിലെടുത്ത് വയ്ക്കുക, ഒരു ബിസിനസ്സുകാരനും കണ്ടമാനം പൈസ അവൻ്റെ വീട്ടിൽ ചേർത്ത് വയ്ക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യുന്നില്ല. ബിസിനസ്സിൻ്റെയും മാനുഫാക്ചേഴ്സിൻ്റെയും പ്രധാന പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം അവർ ഡീലേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെല്ലാം സാധനങ്ങളും മറ്റും അയച്ചു കൊടുക്കുന്നത് പൈസ വാങ്ങിച്ചൊന്നുമല്ല അയച്ചു കൊടുക്കുന്നത്, എല്ലാം കടമായിട്ടാണ് അന്നത്തെ കാലത്ത് അയച്ചു കൊടുക്കുന്നത്. 2-3 മാസം കടം അയച്ചുകൊണ്ടാണ് ഈ മാനുഫാക്ചേഴ്സ് അവരുടെ കമ്പനി ഓടിക്കുന്നത്. 3-4 മാസം കഴിഞ്ഞ് മാനുഫാക്ചേഴ്സിന് അവർക്ക് പൈസ കിട്ടുള്ളൂ അവരുണ്ടാക്കിയ സാധനങ്ങളുടെ. അപ്പോൾ അവരുണ്ടാക്കിയ സാധനങ്ങൾ ചിലവാൻ വേണ്ടി അവർ കടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഒരു എമൗണ്ട് മാർക്കറ്റിൽ എപ്പോഴും ബ്ലോക്കായിക്കൊണ്ടിരിക്കുകയാണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ ബ്ലോക്കായിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഇവർക്ക് ആനുവലി കിട്ടുന്ന എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവർ അടുത്ത ഡെവലപ്മെൻറ്റ് ചെയ്യണം, മെഷീനറി പർച്ചേസ് ചെയ്യുക, അത് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ എപ്പോഴും പൈസ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ റോളിംഗ് മണിയാണ്, പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെയാണ് ടോട്ടൽ ബിസിനസ്സുകാർ ജീവിക്കുന്നത്. കമ്പനി ആയാലും ശരി, ബിസിനസ്സുകാരനായാലും ശരി, ഫാക്ടറി ആയാലും ശരി, ഇൻഡസ്ട്രി ആയാലും ശരി. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ മെൻറ്റാലിറ്റി എന്താണ്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മെൻറ്റാലിറ്റി എന്താണ്? ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസക്കാരാണ്, യുവന്മാർ കോടീശ്വരന്മാരാണ്. ഇവരുടെ ഈ പൈസ ഇവരുടെ എല്ലാം റോളിംഗ് മണിയാണ്, മാർക്കറ്റിൽ കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന മണിയാണ്. അത് അവർ ഉപയോഗിക്കാൻ പറ്റുന്ന പൈസ അല്ല എന്നുള്ളത് കേരളത്തിലെ ഇത്തരം ട്രേഡ് യൂണിയൻസിനും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രത്യേക ഓഫീസർമാർക്കും സെയിൽ ടാക്സ്, ഇൻകം ടാക്സ്, ഇങ്ങനെയുള്ള ആളുകൾ കുറേ ഉണ്ട് ബിസിനസ്സുകാരെ കളിപ്പിക്കുന്നത്, ബിസിനസ്സുകാരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്.
ഞാൻ ബിസിനസ് ഫീൽഡ് വന്ന ആ കാലം മുതൽക്ക് കേരളത്തിൽ മാത്രം ഈ വിധത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. മറ്റു സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയില്ല. നന്ദി, നമസ്കാരം. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.